ഇന്നേക്ക് 30 ദിവസമില്ല. കാരണം ഇന്ന് 29 നവംബർ. ഡിസംബർ 9 തീയതിയാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള 7 ജില്ലകളുടെ തെരഞ്ഞെടുപ്പ്. 11 തീയതി അടുത്ത 7 ജില്ലകളുടെ തെരഞ്ഞെടുപ്പ്. ഡിസംബർ 13 ശനിയാഴ്ച കൗണ്ടിംഗ് നടക്കും. ഡിസംബർ 18 കൊണ്ട് എല്ലാ പ്രോസസ്സും കഴിയും. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷണർ ഷാജഹാൻ അവർ എൻ്റെ പ്രഖ്യാപനം പറഞ്ഞു കഴിഞ്ഞു. നവംബർ മാസം ഇന്ന് മുതൽ പെരുമാറ്റച്ചട്ടം വന്നിട്ടുണ്ട്. നവംബർ മാസം 14, അതായത് 4 ദിവസമുള്ളൂ ഇനി. ഇന്നിപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച മുതൽ ഇതിൻ്റെ പ്രോസസ്സ് റിട്ടേണിംഗ് ഓഫീസർക്ക് അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് നവംബർ 21 നമുക്ക് ഈ സ്ഥാനാർത്ഥികൾക്ക് ഈ അതായത് കൊടുക്കാനുള്ള നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള ഡേറ്റ് 21. അത് 22 സ്ക്രൂട്ടിനി ചെയ്യും. അപ്പോൾ 24 വരെ ബാക്കി പിൻവലിക്കുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ നവംബർ 14 പ്രോസസ്സ് തുടങ്ങി 24 കൊണ്ട് ആ ഒരു പ്രോസസ്സ് കഴിയും. അപ്പോൾ ഡേറ്റുകൾ ഒന്നുകൂടെ ആലോചിക്കുക, കേട്ടിരിക്കുക. നവംബർ 21 നോമിനേഷൻ കൊടുക്കാം, 22 അത് സ്ക്രൂട്ടിനി ചെയ്യും, 24 ഇത് ഫൈനൽ ലിസ്റ്റ് വരും. ഇനി ഡിസംബർ 9, 11 പറഞ്ഞല്ലോ തിരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, 7 ജില്ലകളാണ് ആദ്യഘട്ടത്തിൽ ഡിസംബർ 9 നടക്കുന്നത്. ബാക്കി വരുന്ന തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ 7 ജില്ലകൾ 2ാം ഘട്ടത്തിൽ നടക്കും. 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഏകദേശം 23,576 സ്ഥാനങ്ങളിലേക്കാണ് മത്സരം നടക്കുക. ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കോർപ്പറേഷനുകളുണ്ട്. ഏകദേശം 12,035 സംവരണ വാർഡുകളുണ്ട്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ് ഉള്ളത്. പക്ഷേ വൈകുന്നേരം 6 മണിക്ക് ചെല്ലുന്നവർക്ക്, ക്യൂവിൽ നിൽക്കുന്നവർക്കും പിന്നെ പോളിംഗ് ചെയ്യാം. അല്ല 6 മണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചെല്ലാതിരിക്കേണ്ട. 5:30 ആയാലും പോളിംഗ് സ്റ്റേഷനിൽ എത്തിയാൽ 6 മണിക്ക് മുമ്പ് എത്തുന്നവർക്ക് പിന്നെ ചെയ്യാം. പിന്നെ 1199, 1200 വരുന്ന ലോക്കൽ ബോഡികളിലേക്കായി 23,576 സ്ഥാനങ്ങളിലേക്കായി പിന്നെ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിൽ 33,746 പോളിംഗ് ബൂത്തുകളുണ്ട്. രാവിലെ 8 മണിക്കാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്. വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. നമ്മുടെ നോമിനേഷൻ കൊടുക്കുന്നതിന് 5 പേർക്ക് പോകാം, 3 അതൊക്കെ എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. 3 വാഹനമുണ്ട്. അങ്ങനെയുള്ള കഥകളാണ്. ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നതിന് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. അത് 2,000 രൂപയാണ് ഗ്രാമപഞ്ചായത്തിലേക്ക്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 4,000 രൂപ. അതുപോലെ തന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിയിലേക്ക് 4,000 രൂപ, കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലും 5,000 രൂപ. 5,000 രൂപ ഉണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മത്സരിക്കാം. ഒരു 4,000 രൂപ ഉണ്ടെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിക്കാം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മത്സരിക്കാം. ഒരു 2,000 രൂപയും 21 വയസ്സും ഉണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കാം. വനിതാ വാർഡിൽ വനിതകൾക്ക് മാത്രം, സംവരണ വാർഡിൽ സംവരണക്കാർക്ക് മാത്രം. സംവരണക്കാരാണെങ്കിൽ 21 വയസ്സായിരിക്കണം. ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എല്ലാവരും 21 വയസ്സാണ്. ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പിന്നെ മറ്റ് വനിതകളുടെ വാർഡിൽ ജനറൽ ആളുകൾക്ക് മത്സരിക്കാൻ പറ്റില്ല. പക്ഷേ ജനറലുള്ള ആളുകളിൽ വനിതകൾക്ക് കയറി മത്സരിക്കാം. അത് കുഴപ്പമില്ല. ജനറൽ വാർഡെന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാർക്ക് മത്സരിക്കാം, വനിതകൾക്ക് ആർക്കും മത്സരിക്കാം ജനറൽ വാർഡിൽ. പക്ഷേ സംവരണ വാർഡിൽ അതാത് ആളുകൾക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പ് വളരെ മനോഹരമായ രീതിയിൽ വരികയാണ്. നമ്മൾ ഈ സുഭാഷിതം ചാനൽ തന്നെ തദ്ദേശം മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് നിരവധി പരിപാടികൾ നടത്തി വരുന്നുണ്ട്. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യണം, കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ചരിത്രവും വികാസവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതിനെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു പഠന പരിപാടി തന്നെ ഇതിനകത്തുണ്ടാവും. എല്ലാ മത്സരിക്കുന്നവർ ദയവായി അത് കാണണം. നിങ്ങൾക്ക് പ്രസംഗിക്കുവാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ക്ലാസ് എടുക്കാനും സെമിനാർ നടത്താനും ഒക്കെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ സുഭാഷിതം ചാനലിൽ ഉണ്ടാകും. വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ ചരിത്രവും വികാസവും ഇപ്പോഴെത്തി നിൽക്കുന്ന കേരളത്തിൽ 57 മുതൽ നാളിതുവരെയുള്ള പഞ്ചായത്ത് രാജിൻ്റെ ചരിത്രം എന്ത് എന്നുള്ളത് നമുക്ക് ഇതുവഴി പഠിക്കാം, മനസ്സിലാക്കാം. നിങ്ങൾ പ്രസംഗിക്കുന്നതിനും ക്ലാസ് എടുക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് വളരെ ഗുണകരമായ രീതിയിലായിരിക്കും ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്തായാലും ഇനി 30 ദിവസങ്ങൾക്കുള്ളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കോർപ്പറേഷൻ തലത്തിലുള്ള തിരഞ്ഞെടുപ്പ് വരും. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ BJP ആൾറെഡി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്രീലേഖ IPS ഉണ്ട്. പഴയ പൂജപ്പുര വാർഡ് കൗൺസിലറും ജില്ലാ പ്രസിഡന്റും മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന VV രാജേഷ് ഉണ്ട്. നേരത്തെ 20 വർഷത്തോളം പൂജപ്പുരയെ പ്രതിനിധീകരിച്ച് പിന്നെ കോൺഗ്രസിൽ നിന്ന് BJPയിൽ പോയ മഹേശ്വരൻ നായരുണ്ട്. അദ്ദേഹം പുന്നയ്ക്ക മുകളിലാണ് മത്സരിക്കുന്നത്. കരമന അജിത്തുണ്ട്. അദ്ദേഹം കരമനയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. പാപ്പനംകോട് ഗോപനുണ്ട്. പിന്നെ അതുപോലെ തന്നെ
വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഒരുപാട് പേര് പിന്നെ തമ്പാനൂർ സതീഷ്, കോൺഗ്രസിൻ്റെ മുഖമായി നിന്ന തമ്പാനൂർ സതീഷുണ്ട്, പത്മിനി തോമസ് ഉണ്ട്, സ്പോർട്സ് കലാകാരിയാൽ പത്മിനി തോമസ് ഉണ്ട്, പിന്നെ അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ മുഖങ്ങൾ, ശ്രീലേഖ IPS മുതൽ പത്മിനി തോമസ് മുതൽ VV രാജേഷ്, കരമന അജിത്ത്, പാപ്പനംകോട് ഗോപൻ, അതുപോലെ തന്നെ ആശാനാഥ്, വളരെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കളും BJP ഒരു സെലിബ്രിറ്റി ലിസ്റ്റ് അവർ അവതരിപ്പിച്ചു. 67 പേരുടെ ലിസ്റ്റ് ഇന്നലെ അവതരിപ്പിച്ചു. കോൺഗ്രസിൻ്റെ സെലിബ്രിറ്റി ലിസ്റ്റ് വന്നു കഴിഞ്ഞു. അതിൽ ശബരിനാഥിനെ മേയറാക്കി നിർത്തി, കവടിയാർ വാർഡിൽ ശബരിനാഥിനെ നിർത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് അവരും വന്നു കഴിഞ്ഞു. ഇനി CPMൻ്റെ ലിസ്റ്റ് ഏതാനും മണിക്കൂറുകൾക്ക് ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. അതിൽ എത്ര സെലിബ്രിറ്റി ഉണ്ടാവും, എത്ര പാർട്ടിക്കാരുണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. എന്തായാലും ദീപക്കിനെ, മുൻ ശിശുക്ഷേമ സമിതി ചെയർമാനായിട്ടുള്ള ദീപക്കിനെ മുൻനിർത്തിയുള്ളൊരു തിരഞ്ഞെടുപ്പ്, പിന്നെ സുന്ദർ, ദീപക്, അങ്ങനെ കുറേ ആളുകൾ വരുന്നു. പിന്നെ അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിമാർ, വഞ്ചിയൂർ, പാളയം, വിളപ്പിൽ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള ഒരു ലിസ്റ്റാണ് വരുന്നത്. 21 വയസ്സുകാരിയെ മത്സരിപ്പിച്ചുകൊണ്ട് ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ ആളിനും ഞങ്ങൾ അവസരം കൊടുക്കുന്നു എന്ന് CPM തച്ചോട്ടുകാവ് വാർഡിലൂടെ പറയുമ്പോൾ, മുട്ടട വാർഡിലൂടെ 24 വയസ്സുകാരി വൈഷ്ണ സുരേഷിന് ഞങ്ങൾ അവസരം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസ് മുന്നിലുണ്ട്. BJPയിൽ ഇനി 21 വയസ്സുകാരനോ കാര്യോ ഉണ്ടാവുമെന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ബാക്കി വാർഡുകൾ ഏകദേശം 2 പാർട്ടികളുടെ, അതായത് 47-ഉം 15-ഉം 62 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരള കോൺഗ്രസിൻ്റെ ആളുകളെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസ് ആൾമോസ്റ്റ് CMP എല്ലാം വന്ന് കോൺഗ്രസിൻ്റെ ഇനി വളരെ കുറച്ച് സീറ്റുകളെ പറയാനുള്ളൂ. BJP സംബന്ധിച്ചിടത്തോളം BDJSൻ്റെ തർക്കവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 20 സീറ്റിൽ പൂന്തുറ സീറ്റ് സാധാരണ BDJSനാണ് കൊടുത്തിരുന്നത്. അതിപ്രാവശ്യം BDJSന് വേണ്ട. മണ്ണന്തലയും കഴക്കൂട്ടവും ഉള്ളൂരും 3 സീറ്റ് വേണമെന്ന് പറഞ്ഞു. അത് കൊടുക്കാത്തതുകൊണ്ട് BDJS 20 സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ രാഷ്ട്രീയ ചിത്രം. പിന്നെ BM ബിനു എന്ന് പറയുന്ന സംവിധായകൻ കോഴിക്കോട് മേയറാവാൻ മത്സരിക്കുന്നു. ഓരോ സ്ഥലത്തും ഇങ്ങനെ സെലിബ്രിറ്റികളെ, യുവാക്കളെ, ആശാ വർക്കേഴ്സിന്, ഇപ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് ഒരു ആശാ വർക്കർ വർക്കുന്നത്, അംഗൻവാടി ടീച്ചർമാർ, അംഗൻവാടി വർക്കർമാർ, അംഗൻവാടിയിൽ നിന്ന് പെൻഷൻ പറ്റിയവർ, അതുപോലെ തന്നെ ആശാ വർക്കർമാർ, പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണലുകൾ, ടെക്നോക്രാറ്റുകൾ, അങ്ങനെ തുടങ്ങി 23,576 പേരെ വേണ്ടേ. അപ്പോൾ വലിയൊരു സേനയാണ് വരുന്നത്. വലിയൊരു മാറ്റമാണ് പഞ്ചായത്ത് രാജ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവ മാമാങ്കമാണ്, തെരഞ്ഞെടുപ്പ് മാമാങ്കമാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അതിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഡിസംബർ 9, 11 തീയതികളിൽ, കഴിഞ്ഞ പ്രാവശ്യം 3 ഘട്ടമായിട്ടാണ് നടന്നത്. 5, 5 ജില്ലയിൽ ആദ്യം, പിന്നെ 5 ജില്ലയിൽ, പിന്നെ 4 ജില്ല. ഇപ്രാവശ്യം 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ആദ്യം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ വരുന്ന 7 ജില്ല ആദ്യത്തെ ഘട്ടം ഡിസംബർ 9. അതിനുശേഷം തൃശ്ശൂർ മുതൽ മുകളിലോട്ടുള്ള കാസർഗോഡ് വരെയുള്ള 7 ജില്ല രണ്ടാം ഘട്ടമായി 11-ാം തീയതി. അപ്പോൾ ഡിസംബർ മാസം 13-ാം തീയതി, ഡേറ്റ് ഓർത്ത് വയ്ക്കുക, ഡിസംബർ മാസം 13-ാം തീയതി രാവിലെ 9 മണി, 10 മണി, 11 മണി, 12 മണി എന്ന് പറയുന്നത് കേരളത്തിലെ 23,576 സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്ന മിനിമം 4 പേര് കാണും. പിന്നെ 3 പേര് മിനിമം കാണും. BJP, കോൺഗ്രസ്, CPM, അതായത് LDF, UDF, NDA, പിന്നെ സ്വതന്ത്രർ കാണും. എല്ലാം കൂടി 1.5 ലക്ഷം ആളുകൾ മത്സരിക്കും. 1.5 ലക്ഷം പേരുടെ BPയും ഷുഗറും ഹൃദയമിടിപ്പും കൂട്ടും. ആ ലോക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെയും എല്ലാവരുടെയും ഹൃദയമിടിപ്പ് കൂട്ടും. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഹൃദയമിടിക്കാൻ പോകുന്നത് സംസ്ഥാന ഭരണം നടത്തുന്നവർക്കാണ്. കാരണം ഈ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണ്. മെയ് മാസത്തിൽ ഫൈനൽ വരുന്നുണ്ട്.